ഹായ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് ഇന്നലെ നമ്മൾ ഓഫർ സെയിൽ നടത്തിയിരുന്നു അല്ലേ, വിഷു സ്പെഷ്യൽ ഓഫർ. ഭയങ്കര സക്സസ് ആയിരുന്നു. ഒത്തിരി താങ്ക്സ്. ഒരു താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത്. ദൈവത്തിൻ്റെ സഹായം കൊണ്ട് എനിക്ക് തോന്നുന്നു 5000 കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഇപ്പോഴും നമ്മുടെ സൈറ്റിൽ കുറച്ച് ഐറ്റംസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാതെ കിടപ്പുണ്ട്. ആ ഐറ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് നമ്മൾ അങ്ങോട്ട് അതായത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടില്ല. ആ ഐറ്റംസ് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഇതിനകത്ത് കിടക്കും, കുറച്ച് ഐറ്റംസ് മാത്രം. ബാക്കി എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. നിങ്ങൾ തന്നെ കണ്ടു, ഒത്തിരി സന്തോഷം. 5000 കഴിഞ്ഞെന്ന് തോന്നുന്നു ഇപ്പോൾ ഓർഡർ അല്ലേ പിന്നെ 5000 പുറത്ത് കഴിഞ്ഞിട്ടുണ്ട് ഓർഡർ. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഞാനൊരു താങ്ക്സ് പറയാമെന്ന് പറയട്ടെ ഈ വീഡിയോയിലൂടെ വന്നത്. മാത്രമല്ല ഇന്നലെ നമ്മൾ 1-2 വീഡിയോയ്ക്ക് കാരണം പിള്ളേർ ഒരു വീഡിയോയ്ക്കാന്ന് തോന്നുന്നു കേട്ടോ, പിള്ളേർ പെട്ടെന്ന് നമ്മൾ ഈ വീഡിയോ ആഡ് ചെയ്യല്ലേ, അപ്പം ആഡ് ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ കയ്യിൽ നിന്ന് ഷിപ്പിംഗ് ചാർജിൻ്റെ ഒരെണ്ണത്തിനകത്ത് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഓഫാക്കാൻ വിട്ടുപോയിട്ട്, അപ്പോൾ അവരുടെ 2, 3, 4, 5 പേരുടെ കയ്യിൽ നിന്നാണെന്ന് തോന്നുന്നു ഷിപ്പിംഗ് ചാർജിൻ്റെ പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ആ ഒരു പേയ്മെൻറ്റ് നമ്മൾ ഇന്ന് വിളിച്ചിട്ട് അവരെ റിട്ടേൺ ചെയ്ത് തരും കേട്ടോ. അതൊന്ന് പ്രത്യേകം പറയണം, എനിക്ക് ഇന്നലെ അത് വിളിച്ച് പറയാൻ പറ്റില്ലല്ലേ ഇവനെ. അത് റിട്ടേൺ ചെയ്ത് തരും നമ്മൾ കേട്ടോ. ഒരു 5 പേരുടെ ആണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് കറക്റ്റ് കണക്ക് എനിക്കറിയില്ല. അവരുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് ഷിപ്പിംഗ് ആയിട്ടുണ്ട്, അത് നമ്മൾ റിട്ടേൺ ചെയ്യും. പിന്നെ എന്താ പറയുക പ്രത്യേകിച്ച് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഇതൊക്കെ തന്നെയാണ്. പിന്നെ 400K ഫോളോവേഴ്സ് കഴിഞ്ഞു, അതിൻ്റെയൊക്കെ ആയിട്ടാണ് സെലിബ്രേഷൻ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ പിന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തില്ലേടാ മോനെ, ഇന്നലെയൊക്കെ ആയിട്ട് എല്ലാത്തിലും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇനിയും ഓഫർ വേണമെന്നുള്ള കാര്യം. സത്യത്തിൽ ഞങ്ങൾ ഒട്ടും പ്ലാനായിട്ടല്ല ഈ ഒരു ഓഫർ, പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു ഒരു ഓഫർ കറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിള്ളേരെല്ലാം ഒന്ന് സെറ്റായിട്ട് വീണ്ടും നമ്മളൊരു ഓഫറുമായിട്ട് വരുന്നതായിരിക്കും. ഇതിൻ്റെ ബാലൻസ് നമ്മൾ കുറച്ച് വീഡിയോസ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ടൈം 12 മണി വരെ എനിക്ക് തോന്നുന്നു വീഡിയോ ഇട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എടുത്തത് ശരിയല്ല, എല്ലാവരും ഉറങ്ങി കിടക്കുന്ന സമയത്ത് നമ്മൾ 12 മണി വരെ മാക്സിമം. എനിക്ക് ഒരു കമൻറ്റ് തന്നെ കണ്ട് ഞാൻ ഫേസ്ബുക്കിൽ, ഞങ്ങളൊന്ന് ഉറങ്ങട്ടെ, തീരാറായോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കതിന് അപ്പം തന്നെ ചിന്തിച്ച് നോക്കി, പിള്ളേർ എത്രയോ പേര് നമ്മുടെ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലേ. അപ്പോൾ ഒത്തിരി സന്തോഷം. അൽഹംദുലില്ലാ, ഇന്ന് എൻ്റെ പിള്ളേർ പാക്ക് ചെയ്യുന്നതൊക്കെ വീഡിയോസ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഞങ്ങൾ ഏതാണ്ട് 1 മണി ഞാനും ശ്രീകുട്ടനും അജുവലും ഒക്കെ പോയപ്പോൾ ശ്രീയാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത്. എനിക്ക് അറിയാമല്ലോ, ഞാൻ എപ്പോഴും ശ്രീകുട്ട എന്ന് വിളിക്കത്തില്ലേ, അവനാണ് എനിക്ക് എല്ലാ വീഡിയോസും എടുത്തെഴുതുന്നത്. അതിനോടൊപ്പം അജ്മലും ഉണ്ട്, അജ്മൽ ഇല്ലെങ്കിൽ ശ്രീകുട്ടൻ, ഇവന്മാരെ 2 പേരും എടുത്തായിരുന്നു. അപ്പോൾ ഇവന്മാർ ഞാനും പിന്നെ എന്നോടൊപ്പം വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, കോഴിക്കോട് നിന്നുള്ളൊരു ഫാമിലി, നമ്മുടെ ഫാമിലി അല്ല സോറി ഫ്രണ്ട്സ് എല്ലാവരും കൂടെ, ലേഡീസ് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു 7 പേരോളം ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഇന്നലെ രാവിലെ വന്നതാണ് നമ്മുടെ സ്റ്റോറിൽ. എനിക്ക് തോന്നുന്നു ഇന്ന് വെളുപ്പിനല്ലേ മോനെ പോയത്, ഇന്നല്ലേ അങ്ങനല്ലേ, ഇന്ന് 5 മണിക്കത്തെ ട്രെയിനാണ് അവർക്ക് ബുക്കിംഗ് ആയത്. അപ്പോൾ രാത്രി ഫുള്ള് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മളൊരു എൻജോയ്മെൻറ്റ് കൊടുക്കണം, അവരെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മളോടൊപ്പം ഗോഡൗണിൽ പാട്ടും ഡാൻസും. ഞങ്ങൾ എൻ്റെ ഫോൺ എന്തേ മോനെ, ഫോൺ എടുത്ത് എൻ്റെ ഫോണിലാന്നോടാ പാട്ടും ഡാൻസും പിടിച്ചതല്ല, വേറെ ഫോണിലാണ്. ഞാൻ ഫോണിൽ കുറച്ച് പാട്ടൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും എന്താ പറയുക, ഭയങ്കര എൻജോയ് ചെയ്തു ഞങ്ങൾ ആ ഒരു ദിവസം, ഇന്നലത്തെ ദിവസം. അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. ഇത്ത എന്നെക്കാട്ടും മുതിർന്നവരാണെന്ന് തോന്നുന്നു കൂടുതലും പേരും വന്നത്. അതിനകത്ത് പേര് കറക്റ്റിന് പഠിച്ചു വരണം ഒരുപാട്. ഷെരീഫ ഇത്ത ഉണ്ട്, പിന്നെ ബാക്കിയുള്ള പേര് വിട്ടുപോയി. ഇത്തൊക്കെ ഇപ്പോൾ വീട്ടിലെത്തിക്കാണ്. ഒത്തിരി സന്തോഷം. ഇത്ത നമ്മുടെ സ്റ്റോർ തിരക്കി അവിടെ നിന്ന് ഇവിടം വരെയും കോഴിക്കോട് നിന്ന് ഇവിടം വരെയും വന്ന് നല്ല രീതിയിൽ പർച്ചേസിങ് ചെയ്ത് ഒത്തിരി താങ്ക്സ്. പിന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പോയത്, കോഴിക്കോട് ഒരു ഷോപ്പ് തുടങ്ങണേന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പോയി. ഞാൻ നോക്കട്ടെ, മാക്സിമം പറ്റുവാണെങ്കിൽ നോക്കാം. ഇതൊക്കെ തന്നെ നമുക്ക് പറ്റുന്നില്ല, നമ്മളെ കൊണ്ട് അറിയാമല്ലോ. ഇതൊക്കെ തന്നെ അവർ വന്നപ്പോൾ തന്നെ ഇന്നലെ കണ്ടു, എൻ്റെ തിരക്കും നമ്മളുടെ അവസ്ഥയൊക്കെ കണ്ടു. അപ്പം ഇങ്ങോട്ട് പറയുകയും ചെയ്തു, മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ തരാത്ത ചുമ്മാതല്ല അല്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട്. അവർ ഡയറക്റ്റ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് ഇവിടുത്തെ കാര്യങ്ങളെന്നുള്ളത്. പിന്നെ ഇന്നുകൊണ്ട് വെഡ്ഡിങ് കസ്റ്റമർ കോഴിക്കോട് നിന്ന് അവർ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് അവരെ പോയി കാണാൻ പറ്റിയില്ല ഇതുവരെയും, കാരണം വീഡിയോസ് എടുത്ത് വെക്കണം. അടുത്ത ആഴ്ച ഈ വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ അടുത്ത പർച്ചേസിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് വീഡിയോസ് എല്ലാം എടുത്ത് വെക്കേണ്ട ധൃതി കൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല. വെഡ്ഡിങ് കസ്റ്റമർ ഒത്തിരി പേരുണ്ട്. പിന്നെ ഒത്തിരി സന്തോഷം. നിങ്ങളൊന്ന് ഞാൻ പറയാം, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വെഡ്ഡിങ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ള, വെഡ്ഡിങ്ങിൻ്റെ ഒക്കെ ഒരുങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ വെഡ്ഡിങ് പർച്ചേസിന് വേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് വിളിച്ചുകൊണ്ട് വരണം കേട്ടോ. നിങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തരം സപ്പോർട്ട് ഉണ്ടല്ലേ നമ്മളിങ്ങനെ ഇതുവരെ ഇപ്പോൾ ദാണ്ട് ഈ ഒരു കസേരയിലൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്നതൊക്കെ കേട്ടോ. അപ്പം മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള നല്ല ഐറ്റംസ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. ഇന്നോ നാളെയായിട്ടത് വീഡിയോസ് വരും. പിന്നെ പല പാറ്റേൺസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോക്സി വരുന്നതാണ്.
പിന്നെന്താ പറയാനുള്ളത്, വെഡ്ഡിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും നമുക്കുണ്ട്. അതായത് ജെൻസിൻ്റെ ഫുള്ളുണ്ട്, അതുപോലെ കുഞ്ഞുങ്ങളുടെ ഐറ്റംസ് വരെ ഉണ്ട്. ഇനി കുഞ്ഞുങ്ങളുടെ ഐറ്റം നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നല്ലൊരു ഡിസൈനേഴ്സും എൻ്റെ ടീമും അതുപോലെ മാസ്റ്റർ ടീമുമാണ് നമുക്കുള്ളത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് പറയാം, നല്ല ഐറ്റംസ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്രൂമിൻ്റെ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഗ്രൂമിൻ്റെതും സെലക്റ്റീവായിട്ടുള്ള, ഒരുപാട് വാരി വരച്ച് വെക്കുന്നതിൽ കഥയില്ലല്ലോ അല്ലേ. സെലക്റ്റീവായിട്ടുള്ള നല്ല ഐറ്റംസ് മാത്രമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അതും എടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും ഫാമിലിയായിട്ട് വരാം. ചെരുപ്പ്, ഫാൻസി എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ വെഡ്ഡിങ്ങിന് ഒരുങ്ങി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാട്ടോ. അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം ഒന്ന് കണ്ടിട്ട് പോവുക. ലെഹങ്കയുടെ കളക്ഷൻ ഞാൻ പറയേണ്ട കാര്യം, നിങ്ങളൊന്ന് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്റ്റോർ നിൽക്കുന്ന ലെഹങ്ക ഫ്ലോർ നിൽക്കുന്ന എൻ്റെ എന്താ പറയുക സ്റ്റാഫുമാർ എന്നോട് പറഞ്ഞതാണ്, മേഡം ഞങ്ങൾ ഒരുപാട് സ്റ്റോറിലൊക്കെ നിന്നിട്ടുണ്ട്, ഇത്രയും ലെഹങ്കയുടെ കളക്ഷൻസ് ഞങ്ങൾ കണ്ടിട്ടില്ല. ഗോഡൗണിൽ പോലും അത്രയും നല്ല രീതിയിലുള്ള ലെഹങ്കയാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. കാരണം ഒന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഗോഡൗണിൽ നിന്ന് എടുക്കണമെന്നുള്ള ചിന്ത കൊണ്ട് അത്രയും അത്രയും നമ്മൾ കളക്ഷൻസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കാഞ്ചീപുരത്തിൻ്റെ ആയാലും വെറൈറ്റി കളക്ഷൻസ് ആണ്, എല്ലാം സെലക്റ്റീവ് ആയിട്ടുള്ള കളക്ഷൻസ്. ഞാൻ പറഞ്ഞ കൂട്ട് എല്ലാം കൂടെ വെച്ചിട്ടല്ല, സെലക്റ്റീവ് ആയിട്ട്. ഇപ്പോൾ ലെഹങ്ക ആയാലും തോനെ ഉണ്ടെങ്കിൽ തന്നെയും സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. എനിക്ക് എൻ്റെ ലെഹങ്ക ഫ്ലോറിൽ ഇറങ്ങിയെന്ന് വീഡിയോ എടുക്കാൻ സത്യത്തിൽ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ലെഹങ്കയുടെ വീഡിയോസ് ഒക്കെ ഇടണമെന്നും അവിടുത്തെ നല്ല പാർട്ടി വെയറിൻ്റെ ഒക്കെ കളക്ഷൻസ് ഒക്കെ കാണിക്കണമെന്നും ഭയങ്കര അതിയായ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നടക്കുന്നില്ല. കാരണം നമ്മൾ ഈ അല്ലാത്ത വീഡിയോസ് ഡെയിലി വരുന്നത് കൊണ്ട് എനിക്ക് അത്രയും അങ്ങോട്ട് പോയി എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി ഞാനിങ്ങനെ പറഞ്ഞ് ലാഗ് അടിപ്പിച്ച് സോറി. അപ്പോൾ ഇന്നലെ തന്ന സപ്പോർട്ടിന്, നമ്മുടെ ഓഫർ സെയിലിൽ തന്നെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ഇനി ഓഫർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഓഫർ ഇനിയും ആണെങ്കിൽ ഷിപ്പിംഗ് ചാർജൊക്കെ കുറച്ച് ഇല്ലാതെ നമുക്ക് ഓഫർ ഇടാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങളൊന്ന് പറയുക, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊന്ന് പറയാമെങ്കിൽ നമുക്ക് അങ്ങനത്തെ രീതിയിൽ ഓഫർ നോക്കാം കേട്ടോ. അപ്പം ബൈ.